പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. നിത്യസ്നേഹം കൊണ്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു. ഈ ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. എന്നാൽ അതേസമയം നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവം കൂടെയാകുന്നു. ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് ജീവിക്കുവാൻ സ്വാതന്ത്ര്യവും അവസരങ്ങളും നൽകിയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവഭയത്തോടെ, ഭയഭക്തിയോടെ, ദൈവഭയത്തിൽ വിശുദ്ധിയിൽ തികച്ചാൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. ദൈവത്താലുള്ള നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ആ സ്വർഗരാജ്യത്തിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭവനത്തെ അവകാശമാക്കുവാൻ ഇടയാകത്തുള്ളൂ. ആയതിനാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോടേവരോടും സംസാരിക്കുന്നു. എപ്പോഴും ദൈവഭയത്തോടെ, ദൈവഭക്തിയോടെ നമുക്ക് ജീവിക്കാം. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അതെ, ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം നമുക്ക് വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അഭാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ആ ദൈവത്തെ നാം പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ മറുഭാഗം നാം ചിന്തിക്കണം, നമ്മുടെ പ്രവാസകാലം, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഭയത്തോടെ ജീവിക്കണം. എബ്രായർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം ദൈവഭയമുള്ളവരായിരിക്കണം. ഈ ലേഖനം അപ്പോസ്തലനായ പത്രോസ് ആർക്ക് എഴുതുന്നു എന്ന് നാം നോക്കുമ്പോൾ അതേ ഒന്നാം വചനം 1-2 വചനങ്ങളിൽ നാം വായിക്കുന്നു. പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തെളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. വിശുദ്ധന്മാരെന്ന് അവകാശപ്പെടുന്ന, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന, ശുശ്രൂഷകരെന്ന് അവകാശപ്പെടുന്ന, പുരോഹിതവർഗമെന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് എഴുതുന്ന ലേഖനമാണ് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഉദാഹരണമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ് ദാവീദിനോടുകൂടെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ ദാവീദിന് ജയം നൽകിയെന്ന് നാം വായിക്കുന്നു. എന്നാൽ 2 ശമൂവേലിൻ്റെ പുസ്തകം, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. സ്തോത്രം. അതിന് തൊട്ട് മുൻപിലുള്ള അധ്യായത്തിൻ്റെ 5-ാം അധ്യായം 20-ാം വചനത്തിൽ അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു, വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുൻപിൽ എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം തൻ്റെ മുൻപിലുള്ള ശത്രുക്കളെ തന്നിൽ കൂടെ തകർത്തു കളഞ്ഞു ഒത്തിരി ജയം പ്രാപിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. എന്നാൽ ദാവീദ് യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെട്ടത് 6-ാം അധ്യായം 9-ാം വചനത്തിൽ. ദൈവത്തെ സ്തോത്രം സേവിക്കേണ്ടതുപോലെ സേവിക്കാതെ, ക്രമീകരിക്കേണ്ടുന്ന വണ്ണം ജീവിതം ക്രമീകരിക്കാതെ പെട്ടകത്തിന് നേരെ കൈ നീട്ടിയ ഊസായുടെ മേലെ യഹോവയുടെ കോപം ജ്വലിച്ചു. അവിടെ പട്ടുപോയി. അവിവേകം നിമിത്തം ദൈവം അവിടെ അവനെ സംഹരിച്ചു എന്ന് നാം വായിക്കുന്നു. അത് കണ്ടപ്പോൾ ദാവീദ് അപ്പോഴാണ് യഹോവയെ യഥാർത്ഥമായി ഭയപ്പെട്ടു പോയത്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ മക്കളായിരുന്നാലും ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും യഹോവയെ ഭയപ്പെടുന്ന ചെറിയവരെയും വലിയവരെയും കർത്താവ് അനുഗ്രഹിക്കും. അതെ, നാം ആരായിരുന്നാലും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പൊസിഷൻ എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ മുൻപിൽ നാം
എപ്പോഴും മക്കളാണ്. ആമേൻ. നാം എപ്പോഴും ദൈവ ഭയമുള്ളവരായി തന്നെ ആയിരിക്കണം. സ്തോത്രം. അങ്ങനെ നാം എത്ര വിശുദ്ധരായിരുന്നാലും ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഒത്തിരി ദൈവപ്രവൃത്തികൾ നാം കാണുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. ഒക്കെ ശരിയാണ്. എന്നാൽ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. ആയതിനാൽ എപ്പോഴും നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. നിശ്ചയമായി ഒരു പ്രതിഫലമുണ്ടാകുന്ന നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അതേ ദേഹത്തെയും ദേഹിയെയും ആമേൻ സ്തോത്രം നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ള ദൈവത്തെ നാം ഭയപ്പെടണം. ദേഹത്തെ കൊല്ലുന്നവരെ നാം ഭയപ്പെട്ടുകൊണ്ട് ആമേൻ ദൈവ ഭയത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു നാം വായിക്കുന്നു. ആയതിനാൽ ദൈവഭയത്തോടെ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് എപ്പോഴും ദൈവഭയത്തോടെ, ഭക്തിയോടെ, അപ്പാ സ്തോത്രം സ്തോത്രം അങ്ങനെയുള്ള ഭക്തിയോടുകൂടി അങ്ങേ ആരാധിപ്പാൻ, ദൈവഭയത്തോടുകൂടി ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ ഭയപ്പെട്ട് അങ്ങയുടെ വഴികളിൽ നടന്ന് കർത്താവ് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സഹായിക്കണം. വചനം കേട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് വചനങ്ങളെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.